അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ടൊവിനോ നസ്രിയ കോംബോ ഒരു ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ റിവീലിംഗ് നടന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ടൈറ്റിലായി കൊടുത്തിട്ടുള്ളത് ഗ്രാസിയസ് എൽ ക്ലാസിക്കോ എന്നാണ്. ഫുട്ബോളിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ചിത്രമാണെന്ന് ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് വഴി തന്നെ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുന്നത് സുഷിൻ ഷ്യാം ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രം ഡയറക്ട് ചെയ്തൊരുക്കുന്നത് മൂസിൻ പരാരിയാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ഒരു ഹ്യൂജ് സക്സസ് നേടിയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു ചിദംബരം. പിന്നീട് പുള്ളിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. വലിയ സൂപ്പർ സ്റ്റാർസിന്റെ ഡേറ്റ്, പ്രൊഡക്ഷൻ കമ്പനീസിന്റെ ഓഫേഴ്സ്. പക്ഷേ ഇതെല്ലാം പുള്ളി മാറ്റി നിർത്തി ഒരു കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാലൻ എന്ന ചിത്രത്തിന്റെ. ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രം വരുന്ന ജൂൺ 19 റിലീസിന് എത്തിക്കുമെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ആദ്യം തന്നെ കമന്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് മൾട്ടിവേഴ്സ് മന്മഥൻ എന്ന ചിത്രത്തെ പറ്റിയാണ്. നേരത്തെ ഞാൻ ഈ ഒരു ചിത്രത്തെ പറ്റി പറഞ്ഞെങ്കിൽ പോലും വീണ്ടും ചോദിക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞേക്കാം. നിവിന്റെ ലൈനപ്പിലുള്ള ഒരു ചിത്രം തന്നെയാണ് മൾട്ടിവേഴ്സ് മന്മഥൻ. പക്ഷേ ഈ ഒരു ചിത്രം റെഡി ടു ആക്ട് എന്ന രീതിയിലല്ല നിവിൻ പോളിക്ക് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം ഫിസിക്കും പരിപാടികളും ബിഗ് ബഡ്ജറ്റിലും എല്ലാം ഒരുങ്ങുന്ന ഒരു ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു ടൈമും പരിപാടികളൊക്കെ തന്നെ വേണം. കൂടാതെ തന്നെ പുള്ളിയുടെ ഇപ്പോൾ കരളിലുള്ള പ്രൊജക്റ്റുകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഒന്ന് തീർത്തിട്ട് ഈ ഒരു ചിത്രത്തിലോട്ട് കടക്കത്തുള്ളൂ. കാരണം ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിൽ തന്നെ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളതാണ്. അടുത്താഴ്ച ചോദിച്ചുള്ളത് OG2 സംഭവിക്കുമെന്നാണ്. OG2വിന് ലീഡ് കൊടുത്തെങ്കിൽ പോലും പവൻ കല്യാൺ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ സെലക്ട് ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇനി OG2 ഉടനെ സംഭവിക്കില്ല എന്നുള്ളൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. അടുത്തായി കമന്റ് വഴി ചോദിച്ചിട്ടുള്ളത് ദൃഢം എന്ന ചിത്രത്തെ പറ്റിയുള്ള അപ്ഡേറ്റും ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ എന്തായെന്നാണ്. ചിത്രം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ കളക്ട് ചെയ്തെങ്കിൽ പോലും കേരളത്തിൽ ഇതുവരെയായിട്ടും ഏകദേശം 2.5 കോടി രൂപയ്ക്ക് അടുത്തോളമാണ് കളക്ട് ചെയ്യാൻ സാധിച്ചുള്ളത്. വെല്ലുവിളിയായിട്ട് ഏകദേശം 3 കോടി റേഞ്ചിലൊക്കെ ചിത്രത്തിന് അത്യാവശ്യം കളക്ഷനൊക്കെ നേടാൻ സാധിച്ച് ഒരു ഡീസൻറ്റ് മൂവ് തന്നെയാണ് ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തായി ചോദിച്ചുള്ളത് അൽഫോൺസിന്റെ ഡയറക്ടർ വരാനിരിക്കുന്ന ഫാഫ നയൻതാര ചിത്രത്തിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ചിത്രം ഒഫീഷ്യലി ഓൺ ആയിട്ടുണ്ട്. ഇനി ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള പിന്നീട് കൂടുതൽ അപ്ഡേറ്റ് പരിപാടികളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. ഈ ഒരു പ്രൊജക്റ്റ് ഡ്രോപ്പ് ആവുമോ ഇല്ലയോ ഒന്നും അറിയില്ല. ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു വർഷമായിരുന്നു തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇതുവരെയായിട്ടും യാതൊരു അപ്ഡേറ്റും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ ദിലീപേട്ടനെ നീക്കം വന്ന ചിത്രം വരുന്ന ജൂലൈ 4 ആണ് റിലീസ് ടാർഗറ്റ് ചെയ്യുന്നത്. അടുത്താഴ്ച ചോദിച്ചുള്ളത് പള്ളിച്ചട്ടമ്പിയുടെ OTT റിലീസാണ്. ചിത്രത്തിന്റെ OTT ഡീൽ ഇതുവരെയായിട്ടും വിറ്റുപോയിട്ടില്ല. പിന്നെ നയൻതാരയുടെ നെക്സ്റ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു സൽമാൻ ഖാൻ ചിത്രമാണ്. പിന്നെ കത്തനാർ എന്ന ചിത്രം വരുന്ന മൺസൂൺ സ്പെഷ്യലാണ് റിലീസ് ടാർഗറ്റ് ചെയ്യുന്നത്. ജയിലർ 2വിന്റെ റിലീസിന് വേണ്ടിയുള്ള വർക്കും പരിപാടികളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അടുത്താഴ്ച ചോദിച്ചിട്ടുള്ളത് അല്ലു അർജുൻ പ്രശാന്തിൽ പ്രൊജക്റ്റ് ഇനി നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ എന്നാണ്. ആ ഒരു പ്രൊജക്റ്റ് നടക്കും, പക്ഷേ നല്ല രീതിയിലുള്ള ഡിലേയും കാര്യങ്ങളും ഒക്കെ വരുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള പുള്ളിയുടെ ലൈനപ്പും പ്രൊജക്റ്റൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ ഡിലേ വരും. പിന്നെ ദുരന്തർ ചിത്രത്തിന് ഡയറക്റ്റുള്ള ആദിത്യദാറും അല്ലു അർജുൻ പ്രൊജക്റ്റ് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. പിന്നെ തോർ 5നെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. കാർത്തിക് നായകനെ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ നായിക എത്താൻ പോകുന്നത് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലൊക്കെ നായികയായിട്ടുള്ള മീനാക്ഷി ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഏകദേശം 10 ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചിത്രത്തിന്റെ ടീം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടന്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച് പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തുടക്കം എന്ന ചിത്രം. 2018 പോലുള്ള സിനിമകളൊക്കെ ഡയറക്റ്റുള്ള ജൂഡ് ആന്റണി ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് പ്രീപോണ്ട് ആക്കിയിട്ടെന്ന് പറഞ്ഞാൽ നിലവിൽ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് August 7 ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ പ്രീപോണ്ട് ആക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ ചിത്രത്തിന്റെ റിലീസ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദുൽഖറിന്റെ ലീഡിൽ ഈ വരുന്ന ഓണം പ്രമാണിച്ച് തിയേറ്റർ റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഐ ആം ഗെയിം. ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ ആന്റണി വർഗീസ് പെപ്പ എത്തുന്നുണ്ട്. പുള്ളിയുടെ ഈ ഒരു ചിത്രത്തിലെ ഡബിംഗ് വർക്കുകളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന August 20 ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ചിത്രത്തിന്റെ ഭാഗ ഒരു കിടിലൻ അപ്ഡേറ്റ് ഈ ഒരു മാസം തന്നെ പുറത്തിറക്കുമെന്ന് ചിത്രത്തിന്റെ ടീമായിട്ട് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ദൃശ്യം 3യുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് ഒഫീഷ്യലി ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹ്യൂജ് റെക്കോർഡും പരിപാടികളൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്തെങ്കിൽ പോലും അത്രയും വലിയൊരു പരിപാടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ഒരു ചിത്രത്തിന് ഏറ്റവും വലിയൊരു ബുക്കിംഗ് പരിപാടി ഇന്ന് നടന്നതെന്ന് ഞാൻ പറയും. കാരണം ഏകദേശം 10 ദിവസം മുമ്പേ ഈ ഒരു ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് ചിത്രത്തിന് കിട്ടാമെന്ന് വെച്ച് ഏറ്റവും ബെസ്റ്റ് കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഏകദേശം ഫസ്റ്റ് ഡേ മാത്രം ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത് 1,85,00,000 രൂപയാണ്. അതിൽ ഏകദേശം 1048 ഷോസോളം ചിത്രത്തിന് ചാർട്ട് ചെയ്തിട്ടുണ്ടെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ 6th ബെസ്റ്റ് ഫസ്റ്റ് ഡേ ബുക്കിംഗ് കിട്ടിയ ചിത്രം എന്ന റെക്കോർഡ് ഇപ്പോൾ ദൃശ്യം 3 സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏകദേശം റിലീസിന് 10 ദിവസം മുമ്പേ. ഇനി ഇപ്പോൾ തന്നെ 6th ആണ്. ഇനി ഏകദേശം റിലീസിന് 1 വീക്കിന് മേളിലുണ്ട്. എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് പരിപാടികളൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് കിട്ടുമെന്ന് ഇതിലൂടെ തന്നെ ഏകദേശം ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രം എന്നൊക്കെ
പറയത്തില്ലേ, അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് ലോക ചാപ്റ്റർ 2. ലോക ചാപ്റ്റർ 2 ടൊവിനോ ആണ് ലീഡിലെത്തുന്നത്. ഏകദേശം 389 ചാത്തന്മാരെന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ചിത്രം വരാനിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പരിപാടികളൊക്കെ തന്നെ പുള്ളിക്കുണ്ട്. എങ്കിലും ഈ ഒരു 389 ചാത്തന്മാരെ മുഴുവൻ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ മിനിമം ഒരു 5-6 കാണിക്കണം. അത് പുള്ളി കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയായിരിക്കുമെന്നാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന ഓണം പ്രമാണിച്ചാണ്. ഓണത്തിന് മുമ്പോ ഓണത്തിന് ശേഷമൊക്കെ ആയിട്ട് ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് അടുത്ത വർഷം ഓണം പ്രമാണിച്ച് നടത്താനാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക എന്ന ചിത്രം ജസ്റ്റ് ഒരു മീഡിയം ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ട് ടോപ്പ് ഗ്രോസർ ആയിട്ടുള്ള 300 കോടിയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോക ചാപ്റ്റർ 2 സ്ക്രിപ്റ്റ് വർക്കുകൾ അവർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഒപ്പം തന്നെ ലോകയ്ക്ക് കിട്ടിയതിനെക്കാട്ടിലും മികച്ചൊരു റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ മലയാളത്തിൽ 500 കോടിയൊക്കെ സുഖമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ടാണ് ലോക ചാപ്റ്റർ 2 കാണുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.